പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഗുണങ്ങൾ എന്താണെന്നൊക്കെ അറിയാമല്ലേ. വേപ്പിൻ പിണ്ണാക്ക് ജൈവവളമായിട്ടും ജൈവ കീടനാശിനിയായിട്ടും ഉപയോഗിക്കുന്നു. കൃഷിയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വളമാണ് ഈ വേപ്പിൻ പിണ്ണാക്കെന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിൽ ആന്ധ്രയിലും ഒക്കെ ധാരാളം വേപ്പ് മരങ്ങളുണ്ട്. അതിൻ്റെ കുരു എടുത്ത് അത് ചതച്ചാണ് വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടാക്കുന്നത്. വേപ്പിൻ പിണ്ണാക്കിൽ നിന്നാണ് വേപ്പെണ്ണ ശേഖരിക്കുന്നത്. വേപ്പെണ്ണ പല വിധത്തിലുള്ള ജൈവ കീടനാശിനികൾ ഉണ്ടാക്കാനായിട്ട് വേപ്പെണ്ണ ചേർക്കാറുണ്ട്. വേപ്പെണ്ണ ചേർന്ന് ധാരാളം ജൈവ കീടനാശിനികൾ പല കമ്പനിക്കാരും ഇറക്കാറുണ്ട്. വേപ്പെണ്ണ തന്നെയാണെങ്കിലും നമുക്ക് കൃഷികൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വാതസംബന്ധമായ അസ്ഥിസംബന്ധമായ രോഗങ്ങൾക്ക് വേപ്പെണ്ണ തൈലം പുരട്ടിയിട്ട് ചൂട് വെച്ച് കഴിഞ്ഞാൽ അതും കുറയും. നമുക്കിവിടെ കൃഷിയുടെ കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. വേപ്പിൻ കുരു നമുക്ക് മണ്ണിലുണ്ടാകുന്ന നിമാവിരകൾ, ചിതലുകൾ, ചെറിയ ചെറിയ പുഴുക്കൾ ഇവയൊക്കെ വേപ്പിൻ കുരു ചതച്ചത്, അതായത് വേപ്പിൻ പിണ്ണാക്കായാലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാറിക്കിട്ടും. നമുക്ക് എന്തെങ്കിലും നട്ടു കൊടുക്കുമ്പോൾ തെങ്ങാണേലും വാഴയാണേലും കവുങ്ങാണേലും മറ്റ് ഫലവൃക്ഷ തൈകളാണേലും നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ അടികളമായിട്ട് നമ്മൾ വേപ്പിൻ പിണ്ണാക്കിടും. വേപ്പിൻ പിണ്ണാക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ജൈവ കീടനാശിനി ഉണ്ടായതുകൊണ്ട് മണ്ണിലെ ഓരോ അണുക്കളെയൊക്കെ നശിപ്പിക്കാൻ ഈ വേപ്പിൻ പിണ്ണാക്കിന് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വിളകളും എല്ലാ കൃഷികൾക്കും വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വേപ്പെണ്ണ നല്ലൊരു ജൈവ കീടനാശിനിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വേപ്പെണ്ണ മിശ്രം തയ്യാറാക്കുന്നത് ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട്. വേപ്പെണ്ണ മിശ്രത്തിൻ്റെ കൂടെ നമ്മൾ മിശ്രം തയ്യാറാക്കുന്നത് ഈ വെളുത്തുള്ളി ചതച്ച് ചേർക്കും, സ്വല്പം ബാർ സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡോ അത് നന്നായിട്ട് സ്പ്രെഡാകാൻ വേണ്ടിയാണ്. അതുകൂടെ ചേർത്തിട്ടാണ് നമ്മൾ വേപ്പെണ്ണ എമർഷൻ തയ്യാറാക്കുന്നത്. അതുപോലെ വേപ്പും കുരു ഇട്ടാണെങ്കിലും നമ്മൾ കുതിർത്തിട്ട് ആ ലായനിയിൽ ഇതുപോലെ തന്നെ വെളുത്തുള്ളിയും ബാർ സോപ്പും ചേർത്ത് നമ്മൾ വേപ്പും കുരു ലായനി തയ്യാറാക്കി എടുക്കും. ഇതൊക്കെ നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കുന്നതാണ്. ഒത്തിരി ഗുണങ്ങളുണ്ട്. വേപ്പിന് തന്നെയാണ് ഔഷധ ഗുണമുള്ളതാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ത്വക്ക് സംബന്ധമായ രോഗങ്ങൾക്കും എല്ലാം നമ്മൾ വേപ്പിൻ്റെ ഇല എടുക്കുന്നുണ്ട്. പലവിധ അസുഖങ്ങൾ വരുമ്പം നമ്മൾ വേപ്പിൻ്റെ ഇല വെന്ത വെള്ളത്തിൽ കുളിക്കാറുണ്ട്. അതൊരു രോഗനാശിനിയാണ്. ത്വക്ക് രോഗനാശിനിയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ വേപ്പിൻ്റെ ഇല എടുക്കുന്നത്. അതുപോലെ തന്നെ വേപ്പും കുരുവാണേലും വേപ്പിൻ പിണ്ണാക്ക് നമ്മളെടുത്തിട്ട് കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ജൈവ കൃഷിക്കാരും ഈ വേപ്പും കുരു പൊടിയെ, അതായത് വേപ്പിൻ പിണ്ണാക്ക്, വേപ്പും കുരു ചതച്ച് എണ്ണ വേർപെടുത്തിയിട്ടാണ് വേപ്പിൻ പിണ്ണാക്ക് എടുത്ത് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ആ എണ്ണയുള്ളത് ഉപയോഗിക്കുവാണെങ്കിലും നല്ല ഗുണമാണ്, നല്ല ക്വാളിറ്റിയല്ലേ. പക്ഷേ അങ്ങനെ നമുക്ക് കിട്ടാറില്ല. എല്ലാ കമ്പനിക്കാരും വേപ്പിൻ കുരു ചതച്ചിട്ടാണ് എണ്ണ വേർതിരിച്ച് വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് ഇടുന്നത് തന്നെ. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ജൈവവളമാണ് വേപ്പിൻ പിണ്ണാക്ക്. എല്ലാവരും ഇത് ഉപയോഗിക്കണം. വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് ഇന്നെല്ലാ കൃഷിക്കടകളിലും വേപ്പിൻ പിണ്ണാക്ക് കിട്ടുന്നുണ്ട്. എണ്ണ അധികം എടുക്കാത്ത നല്ല ക്വാളിറ്റിയുള്ള ഫസ്റ്റ് ക്വാളിറ്റി വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃഷിക്ക് ഏറ്റവും നല്ലതാണ്. വാഴയിലുണ്ടാകുന്ന മാണവണ്ട്, അതുപോലെ ചെല്ലി രോഗങ്ങൾ, അതിനൊക്കെ ഈ വേപ്പിൻ പിണ്ണാക്ക് നല്ലതാണ്. നമ്മൾ വാഴയുടെ കൂമ്പിൽ ഏറ്റവും മുകൾഭാഗത്ത് ഇട്ട് കൊടുക്കാം, ചുവട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കാം, വാഴ വെക്കുമ്പോഴും ഇട്ട് കൊടുക്കാം. തെങ്ങിനാണെങ്കിൽ തെങ്ങിൻ്റെ ഓരോ കവളിലും വേപ്പിൻ പിണ്ണാക്ക് ഒരു ചിരട്ടി എടുത്ത് അതിൻ്റെ കൂടെ ഉപ്പ് വേണേൽ ഇടാം, അല്ല ചാരം, ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഓരോ കവളിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെല്ലിയുടെ ആക്രമണം തടയും. ഇതിനകത്തുണ്ടെങ്കിലും അത് നശിച്ചു പോകും. അങ്ങനെയൊക്കെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഈ വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി കൃഷിക്ക് ഇതൊക്കെ ഉപയോഗിക്കുക. ഓക്കെ.